Hello Examiner family. Yes, അപ്പോൾ ഒരു നീണ്ട ഗ്യാപ്പിന് ശേഷം നിങ്ങൾ എല്ലാവരും ഇന്ന് സ്കൂളിലോട്ട് പോയി തുടങ്ങിയിട്ടുണ്ടായിരിക്കും. Yes, പലർക്കും പേപ്പർ ഒക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ടാവും. എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു ഫസ്റ്റ് ഡേ എന്നുള്ളത് എല്ലാവരും എന്ത് ചെയ്യുക താഴെ കമന്റ് ചെയ്യുക കേട്ടോ. യെസ്, അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മെയിൻ ആയിട്ട് പറഞ്ഞുതരാൻ പോകുന്നത് നമ്മുടെ ക്രിസ്മസ് എക്സാമിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇനി അടുത്തതായിട്ട് നമ്മൾ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു തരും. അപ്പോൾ മാക്സിമം നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലോട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്രിസ്മസ് എക്സാമിന് തന്നെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. യെസ്, പണി തന്നോ മക്കളെ? തീർച്ചയായിട്ടും നല്ല ഒരു എന്താ പറയാ വലിയൊരു പണിയായിരുന്നു. കാരണം ഓരോ എക്സാം കഴിഞ്ഞപ്പോഴും നിങ്ങളുടെ മെസ്സേജസും നിങ്ങളുടെ കമന്റ്സ് ഒക്കെ നമ്മൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റി കുറച്ച് അല്ലെ നമ്മളെ കുറച്ച് വെള്ളം കുടിപ്പിച്ച ഒരു എക്സാം ഒക്കെ ആയിരുന്നു. എല്ലാ നെഗറ്റീവ്സിലും നമ്മൾ പോസിറ്റീവ്സ് കണ്ടെത്തണം എന്ന് പറയുന്നത് വലിയൊരു സന്ദേശമാണ്. കാരണം ഇത് ക്രിസ്മസ് എക്സാമിനായല്ലോ. നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം മാത്രമാണ്, ഇത് ക്രിസ്മസ് എക്സാമിന് ഇങ്ങനെ വന്നല്ലോ, അതുകൊണ്ട് നമുക്ക് മോഡൽ എക്സാമും അതുപോലെ തന്നെ പബ്ലിക് എക്സാമിന് അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം ഉണ്ടല്ലോ. ആ ഒരു രീതിയിൽ പോസിറ്റീവായിട്ട് ചിന്തിച്ചിട്ട് കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാൻ മുന്നോട്ട് കൊണ്ടുപോകാം. മുന്നേ നമുക്കൊരു സിഗ്നൽ തന്നിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇനി വരുന്ന എക്സാം എന്തായാലും നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് എന്തൊക്കെയായിരുന്നു നമുക്ക് പണിയായിട്ട് വന്നിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് അനലൈസ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് കാര്യം എന്തായിരുന്നു സർ? എക്സാം വളരെയധികം ടഫർ ആയിരുന്നു. അതിനുള്ള സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തണം അല്ലേ. നമ്മൾ എക്സാം ടഫായി പോയി എന്ന് പറഞ്ഞ് ഇരുന്നുകൊണ്ട് കാര്യമില്ല. അതിനെ എന്ത് ചെയ്യുക, അതിനെ മേക്ക് ഓവർ ചെയ്യാനുള്ള സൊല്യൂഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും കണ്ടെത്തണം. അതിനുള്ള ഒരു സൊല്യൂഷൻ ആണെന്ത്? യെസ്, അതിനുള്ള സൊല്യൂഷന് മുന്നേ നിങ്ങൾ ആദ്യം പഠിക്കേണ്ട കാര്യമാണ് നമ്മുടെ ഓരോ ക്വസ്റ്റ്യൻസ് കണ്ട സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും വെറുതെ പഠിച്ചു പോയവർക്ക് മാർക്ക് കിട്ടില്ല. ഒരു ഫുൾ മാർക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്ന മക്കളാണെങ്കിൽ ഫുൾ കോൺസെപ്റ്റ് ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് മാർക്ക് കിട്ടുക. അല്ലാതെ പുറമേ നിന്ന് ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. അപ്പൊ നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് നിങ്ങളുടെ കയ്യിലുള്ള ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം. ഓക്കെ, അതാണ് രണ്ടാമത് ചെയ്യേണ്ട കാര്യം. ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ കാര്യം നമ്മൾ എല്ലാ വർഷവും പറയുന്നതാണ്, എല്ലാ തവണയും പറയുന്നതാണ്, പക്ഷെ നമ്മൾ മാരത്തോണിന്റെ സമയത്ത് അത് പറയാറില്ല. അത് മാത്രം, അതായത് മാരത്തോൺ സമയത്ത് നമ്മൾ എന്താ പറയുള്ളൂ, മക്കളെ ഈ ലൈവ് കണ്ടാൽ മതി, ഈ മാരത്തോൺ മാത്രം ഉണ്ടാൽ മതി, ഞങ്ങൾക്ക് ഫുള്ള് സെറ്റ് ആവും, ഫുൾ മാർക്ക് കിട്ടും എന്നുള്ള കോൺഫിഡൻസ് തരല് മാത്രമാണ് ആ സമയത്ത് ഞങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യം. ഒന്നും പഠിക്കാത്ത അല്ലെങ്കിൽ ഒന്നും പ്രിപ്പയർ അല്ലാത്ത, തീരെ കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ എന്ത് ചെയ്യാണ്, ക്ലാസ് കാണുകയാണ്. ആ സമയത്ത് നമ്മൾ പറയണം, മക്കളെ മാരത്തോൺ മാത്രം കണ്ടിട്ട് കാര്യമില്ല കേട്ടോ, വെറുതെയാണ്, നിങ്ങൾ ഇത്രയും കാലം പഠിച്ചിട്ടുണ്ടോ ഇല്ലല്ലേ, അപ്പൊ പരീക്ഷ പൊട്ടുട്ടോ. ആ സമയത്ത് അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല. അപ്പൊ നിങ്ങൾക്ക് മാക്സിമം കോൺഫിഡൻസ് തരാന്നുള്ളതിന്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാ മാരത്തോണിന് മുമ്പ് എന്ത് പറയാറുണ്ട്, മാരത്തോൺ കണ്ടാൽ മതി, ഫുൾ മാർക്ക് കിട്ടും, സെറ്റ് ആകും എന്നുള്ളത് എല്ലാ മാരത്തോണും പറയാറുണ്ട് അല്ലെ. അതിൽ നിന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായത് എന്താ? മാത്രമല്ല, അത് മാത്രം നമ്മൾ മാരത്തോൺ മാത്രം കാണുന്നതിലൂടെ നമുക്ക് ഫുൾ മാർക്ക് ഒന്നും സ്കോർ ചെയ്യാൻ പറ്റില്ല. അതിന് മുന്നേ ഉള്ള വൺ ഷോട്ട് ലൈവും കാര്യങ്ങളൊക്കെ കണ്ടവർക്ക് മാത്രമാണ് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് നമ്മുടെ ക്രിസ്മസ് എക്സാമിന് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു മുട്ടൻ പണി എന്ന് പറയുന്നത്. അപ്പൊ ഇനി എന്തായാലും പണി കിട്ടിയല്ലോ, ഇനി അടുത്ത എക്സാമും ഞങ്ങൾ ഇതുപോലെ തന്നെ ഇരിക്കാം എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതെന്തായാലും പ്ലസ് വണ്ണും പ്ലസ് ടു കുട്ടികൾ അങ്ങനെ ഇരിക്കും തോന്നുന്നില്ല. അപ്പൊ നിങ്ങൾ എപ്പോഴും വാട്ട്സ് നെക്സ്റ്റ്, ഇനി അടുത്തത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ കുറെ പേര് കൺഫ്യൂസ്ഡ് ആയിരിക്കും. അപ്പൊ അതിനുള്ള സൊല്യൂഷനും കൂടി നമുക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാം അല്ലെ. അപ്പൊ ആദ്യം എന്താണ് നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്, എന്തായാലും നമ്മൾ കഴിഞ്ഞു ഒരു റീസ്റ്റാർട്ട് ആയിട്ട് നമ്മൾ എടുക്കുക. ഒരുപാട് എന്താ പറയാ, റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ സമയമാണ് ജനുവരി 1 അല്ലെ, പുതിയൊരു വർഷമാണ്, പുതിയ റെസൊല്യൂഷൻ ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അതിലൊരു റെസൊല്യൂഷൻ നന്നായിട്ട് പഠിക്കാം. അതന്നെ, അത്രേ ഉള്ളൂ. അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പൊ പഠിക്കാനിരിക്കുമ്പോ അല്ല മടിയോ അല്ലെങ്കിൽ എന്താ പറയാ പെട്ടെന്ന് ഉറക്കം വരിക, പിന്നെ ഇതൊക്കെ കണ്ടിട്ട് ആകെ ടെൻഷൻ അടിച്ചിട്ട് വേണ്ട എന്ന് പറഞ്ഞ് മടക്കിയെടുത്തൊക്കെ അങ്ങനെ തോന്നുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ ഈ ഒരു റൂൾ ഒന്നത് ഫോളോ ചെയ്താൽ മതി. അതാണ് 5 മിനിറ്റ് റൂൾ എന്ന് പറയുന്നത്. ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, ഒരു ടോപ്പിക് നിങ്ങൾ പഠിക്കാൻ വേണ്ടി കുത്തിയിരിക്കുക, അതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ ഒരു ടോപ്പിക് കംപ്ലീറ്റ് ആക്കാൻ നിങ്ങൾ എഴുന്നേക്കൂല, അത് അങ്ങനെ തന്നെ, അത് ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങോട്ട് പോകും. അപ്പൊ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, ഇരുന്ന് പഠിക്കണം. അത് മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചാൽ മതി, ഇത് കുറെ പഠിക്കാണ്ടെന്ന് പറഞ്ഞിരിക്കുമ്പോ ചിലപ്പം ഇരിക്കാനേ തോന്നില്ല. സത്യം പറഞ്ഞാൽ കുറെ ഉണ്ട്, അതൊരു സത്യമാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ഇരുന്ന് കഴിഞ്ഞാലേ തീർക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ഞാൻ ഇരിക്കുന്നുള്ളൂ എന്ന് വിചാരിക്കുക. എന്നിട്ടാണ് ഇരുന്നിട്ട് പിന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ബ്രേക്ക് ഒക്കെ എടുത്തിട്ട് അല്ലെ, പിന്നെ ഒരു 5 മിനിറ്റ് ബ്രേക്ക്, 5 മിനിറ്റ് റൂൾ ആണെങ്കിൽ അങ്ങനെയും പറയാം അല്ലെ, ഒരു 5 മിനിറ്റ് ബ്രേക്ക് ഒക്കെ എടുത്തിട്ട് നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സും കാര്യങ്ങളും, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക് ഏതൊക്കെയാണ് അത് ആദ്യം പഠിച്ചു തുടങ്ങാം. ഇപ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഏതെങ്കിലും ബുദ്ധിമുട്ടുള്ള സബ്ജക്ട് ആദ്യം പഠിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് ഉറക്കം വരും അല്ലെ, പിന്നെ പഠിക്കാനും തോന്നൂല, ബാക്കിയുള്ള സബ്ജക്ട് നമുക്ക് തുറക്കാനേ തോന്നൂല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റ് എന്ത് ചെയ്യാം,
സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് നന്നായിട്ട് മനസ്സിലാവുന്നു, ഞാൻ ഇരിക്കുന്നതുകൊണ്ട് എനിക്കൊരു കാര്യം ഉണ്ടെന്ന് തിരിച്ചറിയുമ്പോൾ നമ്മൾ അതെന്ത് ചെയ്യും, ആ ഒരു റുട്ടീനായിട്ട് നമുക്ക് മാറും. ഇനി അടുത്തതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഗോള് നിങ്ങൾ സെറ്റാക്കി വെക്കണം. അതാണ് എന്ത് ചെയ്യുമ്പോഴും ഒരു കൃത്യമായിട്ടുള്ള പ്ലാൻ. തീർച്ചയായിട്ടും മക്കളെ +1 +2 കഴിഞ്ഞിട്ട് എന്ത് എന്നുള്ള ചിന്ത ഇപ്പോഴേ നിങ്ങൾ ചിന്തിച്ചു തുടങ്ങണം. SSLC കഴിഞ്ഞിട്ട് എന്ത് എന്നുള്ളത് പലരും SSLC റിസൾട്ട് വന്നതിന് ശേഷമാണ് തീരുമാനിച്ചിട്ടുണ്ടാവുക. പക്ഷേ +1 +2 മക്കൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, റിസൾട്ടിന് ശേഷം അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അപ്പൊ ആദ്യം നമ്മളൊരു ഗോൾ സെറ്റ് ആക്കണം, അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് നമുക്ക് എല്ലാ കാര്യത്തിനും വേണം, അല്ലെങ്കിൽ എല്ലാം ഫ്ലോപ്പ് ആവും. അപ്പൊ എന്ത് ചെയ്യുകയാണെങ്കിലും ഒരു പ്ലാനിങ് സെറ്റ് ആക്കി വെക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ഇത്ര ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചു തീർക്കും, ഇത്ര ടോപ്പിക്സ് നിങ്ങൾ ക്ലിയർ ചെയ്യും എന്നുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ സെറ്റാണ്. അപ്പൊ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, ഗോള് ഇതുപോലെ എന്ത് ചെയ്യണം, സെറ്റ് ആക്കി വെക്കണം. ഇനി ഇത് മെയിൻ ആയിട്ടുള്ള ഒരു വില്ലനാണ് അല്ലെ, അത് ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ ഒരു ഭാഗമാണ്. നിങ്ങളെ ഒരു ഡിസ്ട്രാക്ഷനിലേക്ക് എത്തിക്കുന്നതിൽ നമുക്കും പങ്കുണ്ട്. പക്ഷേ നമ്മളത് നല്ല രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ സോഷ്യൽ മീഡിയ യൂട്യൂബ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നല്ല കാര്യങ്ങൾ ഇപ്പോൾ ഇൻസ്റ്റയിലൂടെ ആയാലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് ഓരോരുത്തരുടെയും ചാനലിലൂടെ. പക്ഷേ അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തത്, നല്ല വശങ്ങൾ നിങ്ങളത് കണ്ടെത്തുക അല്ലെ, അതിൽ നല്ല കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാത്തിനും ഒരു പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. അപ്പൊ അത് പോസിറ്റീവായിട്ട് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതൊരു തെറ്റല്ല. ഓക്കെ, ഇപ്പൊ നിങ്ങൾ യൂട്യൂബ് ക്ലാസ്സസ് കാണുന്നുണ്ട്, 1 ഷോട്ട് ലൈവ് കാണുന്നുണ്ട്, അതെല്ലാം നിങ്ങളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ നല്ലതിന് വേണ്ടിയിട്ട് എല്ലാം യൂസ് ചെയ്യുക, നെഗറ്റീവ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അങ്ങോട്ട് അവോയ്ഡ് ചെയ്യുക. സ്ക്രോളിങ് അതാണ് വലിയൊരു പ്രശ്നം ഉണ്ടാവുക. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, അതൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ ഈ 5 മിനിറ്റ് റൂൾ ഒന്നും വേണ്ട, നമ്മൾ ഇരിക്കും ഇരുന്ന് പിന്നെ വേണമെങ്കിൽ 5 hours വരെ നമ്മൾ പോകും, പിന്നെ ചാർജ് തീരുമ്പോഴാണ് അങ്ങോട്ട് പോവുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഡിസ്ട്രാക്ഷൻസ് ഒക്കെ മാക്സിമം ഒഴിവാക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതാണ്. പിന്നെ ഈ ഒരു കാര്യം എല്ലാ തവണയും എല്ലാ ടീച്ചേഴ്സും എന്ന് പറയുന്ന ഒരു കാര്യമാണ് റിവിഷൻ ചെയ്തില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും എന്തില്ല, ആ കാര്യങ്ങൾ നമുക്ക് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ പുതിയ കാര്യങ്ങളാണ്. അതായത് +1 നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു, +2 എത്തുമ്പോൾ നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു. അപ്പൊ ആദ്യമായിട്ട് പഠിച്ച കാര്യങ്ങളായതുകൊണ്ട് തന്നെ അത് നമ്മൾ പെട്ടെന്ന് മറന്നു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മളത് വീണ്ടും 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 ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ അത് പഠിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ അത് എന്ത് ചെയ്യുക, ഒരു ലോങ് ടേം മെമ്മറി ആയിട്ട് നിൽക്കുള്ളൂ. ഓക്കെ, അപ്പൊ റിവിഷൻ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അവിടെ റിവിഷൻ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് അവിടെ സമയം വേണം അല്ലെ. സാധാരണ നമ്മൾ എല്ലാം എക്സാമിന് ചിലപ്പോൾ എക്സാമിന്റെ തലേ ദിവസം ഒരു ചാപ്റ്റർ പഠിക്കാൻ പെൻഡിങ് കണ്ടിട്ടുണ്ടാവും, അതായിരിക്കും നമ്മൾ ലാസ്റ്റ് നോക്കുന്നത്. അങ്ങനെ ഒരു പ്ലാനിങ് നടത്തുന്നത് ഒരിക്കലും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു വേ അല്ല. അപ്പൊ അതിന് എന്ത് ചെയ്യണം, റിവിഷന് വേണ്ടിയിട്ട് നമ്മളൊരു ടൈം മാനേജ്മെന്റും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആക്കണം. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കൺസിസ്റ്റൻസി അല്ലെ. ഒരു സാധനം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് തുടങ്ങണം, പകുതി വെച്ചിട്ട് പിന്നെ നിർത്താൻ പാടില്ല. നമ്മളൊരു കാര്യം നമ്മളിപ്പോൾ ഒരു ദിവസം ഒരു 1/2 മണിക്കൂർ നമ്മൾ ചെയ്തു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ നമ്മൾ ചെയ്തു എന്ന് വിചാരിക്കുക, അത് റെഗുലർ ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റണം. ഇപ്പോൾ ഒരു ദിവസം 2 മണിക്കൂർ ചെയ്ത് പിന്നെ അടുത്ത ദിവസം 1 മണിക്കൂറായപ്പോൾ അതിന് വേണ്ട, പിന്നെ പിറ്റത്തെ ദിവസം 1/2 മണിക്കൂറായി, അങ്ങനെ അത് എന്താ പറയുക, ഒരു കൺസിസ്റ്റൻസി ഇല്ലാതെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നാൽ പിന്നെ അതിൽ യാതൊരു റിസൾട്ടും ഉണ്ടാവില്ല. അത്രയും നമ്മളിപ്പോൾ ഒരു 5 ദിവസം അത് ചെയ്തെന്ന് പറഞ്ഞാൽ 6ാമത്തെ ദിവസം ചെയ്തില്ല എന്ന് പറഞ്ഞാൽ 5 ദിവസത്തിന് എല്ലാ കാര്യം തീർന്നു, അതോടെ കഴിഞ്ഞു. അപ്പോൾ എഫേർട്ട് എന്തായാലും നിങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെന്ത് ഒരു സ്ഥിരതയും കൂടി ആക്കുക. ഒരു കൺസിസ്റ്റൻസി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. യെസ്, അപ്പോൾ എപ്പോഴും നമ്മുടെ ഇവിടെയുള്ള എല്ലാ ടീച്ചേഴ്സും വളരെ കോൺഫിഡന്റ് ആയിട്ട് നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ് എന്ത്, നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. പഠന കാര്യത്തിൽ ഒരു ടെൻഷനും അടിക്കേണ്ട മക്കളെ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു റിവിഷന് ടൈമില്ല, പക്ഷെ നിങ്ങൾക്ക് റിവിഷനൊക്കെ കൃത്യസമയത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചാപ്റ്ററിനെ 2-3 തവണ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മുടെ ക്രാഷ് ബാച്ചും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ക്രാഷ് ബാച്ചിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏതെങ്കിലും ടോപ്പിക്സ്, ഇപ്പൊ എല്ലാവർക്കും എല്ലാ ടോപ്പിക്സും വേണമെന്നൊന്നുമില്ല, ചിലർക്ക് ചില ടോപ്പിക്സ് ആയിരിക്കും ബുദ്ധിമുട്ടുള്ളത്. ആ ഒരു ടോപ്പിക്ക് മാത്രം നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ക്രാഷ് കോഴ്സിലുണ്ട്. പിന്നെ +1 മക്കളോട് പറയാനുള്ളത്, നിങ്ങൾ നേരത്തെ തന്നെ എന്ത് ചെയ്യുക, +2 ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് +2 എത്തുമ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. ഓക്കെ, യെസ്. അപ്പൊ നിങ്ങൾക്ക് +1 ക്രാഷ് ബാച്ച് ഫ്രീ ആയിട്ടും കിട്ടും. ഓക്കെ, പിന്നെ +2 കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ക്രാഷ് ബാച്ച് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അവിടെ ഷോർട്ട് നോട്ടും ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനുള്ളതും കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിളോട് കൂടി നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു തീർക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ നിങ്ങൾക്ക് നമ്മുടെ ക്രാഷ് ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാൻ ലേറ്റ് ആയിട്ടേ ഇല്ല, ഇത് ജനുവരി ആയിട്ടേ ഉള്ളൂ. ഇനി നമ്മുടെ മോഡൽ എക്സാമും പിന്നെ അതുകൂടാതെ ഇനി നമ്മുടെ മാർച്ചിലുള്ള ലാസ്റ്റ് എക്സാമും അല്ലേ, അതൊക്കെ ആവുമ്പോഴത്തേക്കും നമ്മളെല്ലാം ഒന്ന് സെറ്റ് ആക്കണം, എല്ലാം ഒന്ന് റിവൈസ് ചെയ്യണം, എല്ലാം അടിപൊളിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന നമ്പറിലോട്ട് ഒന്ന് ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക.
21 എന്ന് പറയുന്ന നമ്പറിലോട്ട് കോൾ ചെയ്ത് നിങ്ങൾക്ക് അറിഞ്ഞ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ ഈ നമ്പറിലൊന്ന് 22 എന്ന് പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിഞ്ഞ് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി എന്താണ് സാർ ലാസ്റ്റ് പറയാനുള്ളത്? പേപ്പർ ഇനി കുറച്ച് ദിവസങ്ങൾ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതിൽ ആരും എന്ത് ചെയ്യണ്ട, അപ്സെറ്റ് ആവണ്ട. പലരും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ പലരും കുട്ടികളുടെ ആ ഒരു ഇതിൽ ചിന്തിക്കുകയാണെങ്കിൽ നന്നായിട്ട് പഠിച്ചവരുണ്ടാവും, എന്നിട്ടും എക്സ്പെക്ട് ചെയ്ത മാർക്ക് കിട്ടാത്ത മക്കളും ഉണ്ടാവും അല്ലേ. അപ്പോൾ അത് പഠിക്കാത്തതുകൊണ്ടാണ് മാർക്ക് കുറഞ്ഞു പോയതെന്നൊന്നും നമ്മൾ പറയില്ല. എക്സാമിന്റെ പാറ്റേൺ മാറി, ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ടഫർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻസ് എവിടെയോ എന്തോ ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടില്ല. അത് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായ ആ ഒരു മിസ്റ്റേക്ക് എന്താണ് നമ്മൾ മനസ്സിലാക്കുക, അതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഓവർകം ചെയ്യുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ ഇനി ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും കിട്ടില്ല എന്നുള്ളൊരു സാധനത്തിൽ നിങ്ങൾ ഒരിക്കലും പോകരുത് മക്കളെ. ഇപ്പൊ ഇരുന്ന് കഴിഞ്ഞാൽ കുത്തിയിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. എന്തായാലും നിങ്ങൾക്ക് ഔട്ട് ഓഫ് സിലബസ് ഒന്നും ചോദിക്കൂല. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതുവരെ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ട്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യമുള്ളൂ. അതായത് ഈ ഒരു +1 +2 ലൈഫിൽ നിങ്ങളുടെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് നല്ല മാർക്ക് സ്കോർ ചെയ്യാന്ന് പറയുന്ന ഒരു കാര്യമാണ്. കാരണം ഇത് കഴിഞ്ഞിട്ട് അടുത്തത് എന്താന്ന് പ്ലാൻ ചെയ്യണമെങ്കിൽ ഈ മാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവാ. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്.